രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ്. ഡാൻ കുര്യനും വി വിനോദും ഉണ്ട്. ആദ്യം ഡാൻ, ഈ അല്പസമയം മുമ്പ് കളക്ടറുടെയും പിന്നീട് ഇപ്പോൾ ഈ ആന്റണി രാജുവിന്റെ വാക്കുകളിൽ കൂടുതൽ ഡൗൺ സ്ട്രീമിലേക്ക് തെരച്ചിൽ നടത്തേണ്ടി വരുമോ എന്നൊരു ആശങ്ക അവർ പങ്കുവെക്കുന്നുണ്ട്. അതായത് കനാലിൽ ഒരു പക്ഷേ കുടുങ്ങി കിടക്കുന്നുണ്ടാവില്ല എന്നൊരു സാഹചര്യം. അത്തരം സാധ്യതകളിലേക്ക് കടന്നിട്ടുണ്ടോ? ഏതാണ്ട് 60 മീറ്ററിനുള്ളിൽ നടത്തുന്ന പരിശോധനകൾക്ക് ശേഷം മാത്രമേ അങ്ങനെയൊരു സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്ന പരിശോധനകളിലേക്ക് അവർ കടക്കുകയുള്ളൂ. കാരണം 100 മീറ്ററാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്ത്. അതായത് ഈ അപകടം നടന്ന ആ ഗ്രീൻ നെറ്റ് ഉള്ള ഭാഗത്ത് താഴ്ചയിലാണ് അപകടം നടന്നിരിക്കുന്നത്. അവിടെ നിന്ന് ഏതാണ്ട് 100 മീറ്റർ മൂന്നാമത്തെ പ്ലാറ്റ്ഫോം വരെ നീളുന്ന തരത്തിൽ 100 മീറ്റർ, ആ 100 മീറ്ററിൽ മുൻവശത്ത് മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് 100 മീറ്റർ ഉള്ളിലേക്ക് അവർ കൃത്യമായി കടന്നിട്ടുണ്ട്. ആ 40 മീറ്ററിനുള്ളിൽ ഒരു തരത്തിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമില്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം തിരികെ അപകടം നടന്ന സ്ഥലത്തേക്ക് ദുരന്ത നിവാരണ സേന ഉദ്യോഗസ്ഥർ, അതോടൊപ്പം തന്നെ അഗ്നിശമന സേന ഉദ്യോഗസ്ഥർ, മറ്റ് രക്ഷാദൗത്യത്തിൻ്റെ ഭാഗമായവർ അവർ ഒരുമിച്ചെത്തുകയാണ്. NDRF സേനാംഗങ്ങൾക്ക് ഒപ്പം അഗ്നിശമന സേനയുടെ സ്കൂബ ഡൈവിംഗ് ടീമിലെ ഉദ്യോഗസ്ഥരടക്കം ഇതാ മുകളിലേക്ക് ഈ രക്ഷാദൗത്യത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ മണിക്കൂറുകളായി രാവിലെ മുതൽ തന്നെ ഇതിനുള്ളിലൂടെ പരിശോധന നടത്തുന്നതിനുള്ള നീക്കം നടത്തുകയെന്ന് അവർ ഓക്സിജൻ സിലിണ്ടറുകളും മാസ്കുകളും ധരിച്ചുകൊണ്ട് ഗ്രൗണ്ട് വാട്ടർ സർവൈലൻസ് സംവിധാനം ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അവർ 40 മീറ്റർ ഉള്ളിലേക്ക്, അതായത് ഇവിടെ നിന്ന് മാൻ ഹോളിനുള്ളിലൂടെ ഈ വലിയ വ്യാസമുള്ള സ്ഥലത്ത് നിന്ന് ഇടുങ്ങിയ ഒരു വഴിയിലൂടെ ഒരാൾക്ക് മാത്രം കഷ്ടിച്ച് നീങ്ങാവുന്ന മാൻഹോളിനുള്ളിലൂടെ 40 മീറ്റർ ഉള്ളിലേക്ക് കിടക്കുന്ന അതിസാഹസികമായ ദൗത്യം ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് രക്ഷാദൗത്യത്തിന്റെ ഭാഗമാവുകയാണ് അഗ്നിശമന സേനാംഗങ്ങളും ദേശീയ ദുരന്ത നിവാരണ സേനയിലെ ഉദ്യോഗസ്ഥരും. അദ്ദേഹത്തിന്റെ സാന്നിധ്യം എവിടെയാണോ എന്നുള്ളതിനെക്കുറിച്ച് ഒരു സൂചനകളും ഇതുവരെ നടത്തിയ പരിശോധനയിൽ നേരത്തോട് നേരമാകുന്നു. ഇന്നലെ 10:55 അപകടം ഇപ്പോൾ 10 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആയിരിക്കുന്നു. ഏതാണ്ട് 40 മിനിറ്റ് കൂടി കഴിയുമ്പോൾ ഏതാണ്ട് 24 മണിക്കൂർ പിന്നിടുകയാണ് ഈ ദുരന്തം ഉണ്ടായിട്ട്, അപകടം സംഭവിച്ചിട്ട്. സ്വാഭാവികമായി യാതൊരു തരത്തിലുള്ള സൂചനകളും ഇല്ല അദ്ദേഹം ഏത് ഭാഗത്താണ് കുടുങ്ങിക്കിടക്കുന്നത് എന്നതിനെ സംബന്ധിച്ച്. നമുക്കറിയാം നഗരത്തിലെ ഒരു ഹൃദയഭാഗമാണ്, ആ ഹൃദയഭാഗത്താണ് മാലിന്യ കൂമ്പാരം ത്തിനുള്ളിൽ ഈ അഴുക്ക് ചാലിലേക്ക്, ഈ ആമയിഴഞ്ചൻ തോട്ടിൻ്റെ ഒരു കൈവഴിയിലേക്ക് ഇങ്ങനെ ഒരാൾ ശുചീകരണ ദൗത്യത്തിനിടയിൽ വഴുതി വീണത്. സ്വാഭാവികമായി ഇവിടെ നിന്ന് ഇന്നലെ രാവിലെ മുതൽ ഈ മാലിന്യങ്ങൾ നീക്കാനുള്ള ശ്രമം അതേ സ്ഥലത്തേക്ക് കുമിഞ്ഞുകൂടി വീണ്ടും മാലിന്യങ്ങൾ കൂടിക്കിടക്കുന്ന കാഴ്ചയാണ് എനിക്ക് മറുവശത്ത്, അതായത് ഈ അപകടം നടന്ന സ്ഥലത്ത് ഉള്ള ഗ്രില്ലിനപ്പുറത്തെ വശത്ത് കാണാൻ കഴിയുന്നത്. അവിടെ നിന്ന് JCB ഉപയോഗിച്ചുകൊണ്ട് അവിടെയൊക്കെ കുമിഞ്ഞുകൂടുന്ന മാലിന്യങ്ങൾ അവിടെ നിന്ന് നീക്കം ചെയ്യുന്ന ദൗത്യം ഒരേ സമയം പുരോഗമിക്കുന്നു. അതേസമയം തന്നെ മറുവശത്ത് ഈ അപകടമുണ്ടായ സ്ഥലത്ത് ഈ മാൻഹോളിനുള്ളിലൂടെ സ്കൂബ ഡൈവേഴ്സിന്റെ വിദഗ്ധ സംഘം അവർ അതിനുള്ളിലേക്ക് കയറുകയാണ്. ഇന്ന് അല്പസമയം മുമ്പ് നമ്മളോട് സംസാരിച്ച അഗ്നിശമന സേനയിലെ ഉദ്യോഗസ്ഥനാണ് ഓക്സിജൻ സിലിണ്ടറുകൾ പുറത്തേക്ക് അടുപ്പിച്ച് പ്രത്യേക മാസ്കുകളുമായി അകത്തേക്ക് ഇറങ്ങുന്നത്. അദ്ദേഹം അല്പസമയത്തിനകം മാൻഹോളിനുള്ളിലൂടെ 40 മീറ്റർ അകത്തേക്ക് കയറുന്നതിനുള്ള ശ്രമമായിരിക്കും നടത്തുക. അദ്ദേഹത്തോടൊപ്പം മറ്റ് 2 പേർ കൂടിയുണ്ട്. രണ്ടാമത്തെ ആളാണ് ഇപ്പോൾ ഇറങ്ങി വരുന്നത്. അദ്ദേഹത്തോടൊപ്പം ഇനി ഒരാൾ കൂടി. അങ്ങനെ അഗ്നിശമന സേനയുടെ ചെങ്കൽച്ചുള യൂണിറ്റിലെ 3 ഉദ്യോഗസ്ഥരാണ് ഈ രക്ഷാദൗത്യത്തിന്റെ സാഹസികമായ ഘട്ടത്തിൽ അതിന്റെ ഭാഗമാകുന്നത്. അവർ 3 പേർ പ്രത്യേക സജ്ജീകരണങ്ങളുള്ള വസ്ത്രം ധരിച്ച് ഈ മാലിന്യ കൂമ്പാരത്തിന് ഇടയിലൂടെ 40 മീറ്റർ ഉള്ളിലേക്ക് കടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ആരംഭിക്കാൻ പോകുകയാണ്. അവർക്ക് മറ്റ് സഹായങ്ങൾ ചെയ്യുന്ന, അതായത് യന്ത്ര സാമഗ്രികൾ അടക്കമുണ്ട് ആ ബാഗിനുള്ളിൽ. അതായത് അണ്ടർ വാട്ടർ കമ്മ്യൂണിക്കേഷൻ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഈ 40 മീറ്ററിനുള്ളിൽ എന്താണ് നടക്കുന്നത് എന്ന കാര്യം അപ്പോഴപ്പോൾ തന്നെ മുകളിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥരെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക സംവിധാനങ്ങളുമായാണ്, റോവറുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുമായാണ് അവർ അഴുക്ക് ചാലിനുള്ളിലേക്ക് കയറാൻ പോകുന്നത്. പക്ഷേ ഇത്രയധികം നേരം പിന്നിട്ടിട്ടും അദ്ദേഹം എവിടെയാണ്, ജോയി എവിടെയാണ് കുടുങ്ങിക്കിടക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് ഒരു സൂചനകളും ഇല്ല എന്നതാണ് ഈ രക്ഷാദൗത്യം ഏറെ ശ്രമകരമാക്കി മാറ്റുന്നത്. സജിത്ത്, അതാണ് സാഹചര്യം. എന്തായാലും ഡാൻ നിൽക്കുന്ന സ്ഥലം രക്ഷാപ്രവർത്തനം നടക്കുന്നതിൻ്റെ ഇങ്ങേയറ്റമാണ്, അതായത് കനാലിൻ്റെ ഇങ്ങേയറ്റമാണ്. മറുവശം നിന്നാണ് ജോയി മിസ്സിംഗ് ആവുന്നത്. അതുകൊണ്ട് ഈ കനാലിൻ്റെ പരിശോധനയാണ് നിർണായകമാവുന്നത്. 40 മീറ്ററിലെ പരിശോധന പൂർത്തിയായിട്ടുണ്ട്. ഇനി മറ്റൊരു 40 മീറ്റർ, ഏകദേശം 40-50 മീറ്റർ പൂർത്തിയാവുന്നതോടുകൂടി കനാൽ പൂർണ്ണമായും പരിശോധിച്ച് അതിൻ്റെ അകത്ത് ആൾ കുടുങ്ങി കിടക്കുന്നില്ല എന്ന് ബോധ്യപ്പെടാനാവും. അല്ലെങ്കിൽ ആ പരിശോധന നിർണായകമാണ്. ഈ കനാലിൽ നിന്നും ജോയിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അടുത്ത സാധ്യത എങ്ങോട്ടേക്ക് പോകുന്നു
പോകുന്നതെന്നും വളരെ നിർണായകവുമാണ്. അതിൻ്റെ അടുത്ത ഘട്ടങ്ങളിലേക്ക് പരിശോധന പോകേണ്ടതാണ്. വിനോദുണ്ട്. വിനോദ്, ഈ പരിശോധനയെ നമുക്കറിയാം, NDRF സംഘമുണ്ട്, സംസ്ഥാന ദുരന്ത നിവാരണ സേനാ അംഗങ്ങളുണ്ട്, ഒപ്പം ഈ ഫയർഫോഴ്സിൻ്റെ പ്രതികളുണ്ട്, സ്കൂബ ടീം അംഗങ്ങളുണ്ട്. ഇങ്ങനെ സജ്ജമായൊരു ടീം ഇത്ര മണിക്കൂറുകൾ നോക്കിയിട്ടും ഇത്ര ദുഷ്കരമായ വലിയ വെള്ളമൊഴുക്കൊന്നുമില്ലാത്ത എന്നാൽ മാലിന്യം, അങ്ങേയറ്റം മാലിന്യം നിറഞ്ഞ ഈ ഇടത്ത് ഒരാളെ മിസ്സായി ഇത്ര മണിക്കൂറായിട്ടും കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ അതിന് മറ്റെന്തെങ്കിലും സാധ്യതകൾ അന്വേഷണ സംഘം തേടുന്നുണ്ടോ? അതായത് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്ന ഭാഗത്തു നിന്നും മറ്റിടങ്ങളിലേക്ക് ഒരുപക്ഷെ ഒഴുകിപ്പോകാനുള്ള സാധ്യത, അത്തരം ഇടങ്ങളിലേക്ക് അത്തരം സാധ്യതകൾ ഈ തെരച്ചിൽ സംഘം പരിശോധിക്കുന്നുണ്ടോ വിനോദ്? സൈത്ത്, എല്ലാ സാധ്യതകളും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. നമുക്ക് ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ട്രാക്കോ എന്ന ഒരു മെഷീനാണ്, ഇതൊരു സ്റ്റാർട്ടപ്പ് കമ്പനി അവർ തയ്യാറാക്കിയ റോബോട്ടിക് എന്ന സ്റ്റാർട്ടപ്പ് കമ്പനി തയ്യാറാക്കിയിട്ടുള്ള ട്രാക്കോ എന്ന മെഷീനാണ്. ഈ മെഷീന്റെ സഹായത്തോടു കൂടി ഇപ്പോൾ തിരച്ചിൽ പുരോഗമിക്കുകയാണ്. അതായത് ഈ ടണലിനുള്ളിലേക്ക്, നമ്മൾ ഈ വെള്ളമൊഴുകുന്ന ടണലിനുള്ളിലേക്ക് ക്യാമറ കടത്തിവിട്ട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അതിലെ ക്യാമറ ദൃശ്യങ്ങളാണ് ഈ വരുന്നത്. ഈ ദൃശ്യങ്ങൾ പരമാവധി പരിശോധിച്ച് അവിടെ എന്തെങ്കിലും കാണാതായ ആളിന്റെ കുറിച്ചുള്ള സൂചനകൾ ഉണ്ടോ എന്ന കാര്യമാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. പക്ഷേ അവിടെയും ഒരു ബുദ്ധിമുട്ടുള്ളത്, ഈ ക്യാമറയ്ക്ക് മുന്നിൽ ഒരു ഫാൻ ഘടിപ്പിച്ചിട്ടുണ്ട്. ഈ ഫാൻ പ്രവർത്തിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുണ്ട്. കാരണം ടണലിനുള്ളിൽ വലിയ തോതിൽ മാലിന്യം അടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ക്യാമറയ്ക്ക് മുന്നോട്ട് പോകുന്നതിനുള്ള പ്രായോഗിക സാങ്കേതികമായ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഈ മാലിന്യം പരമാവധി നീക്കി ക്യാമറയെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം കൂടി ഇപ്പോൾ തിരച്ചിൽ സംഘത്തിന്റെ ഭാഗമായി നടത്തുന്നുണ്ട്. ഇതിന് സ്വയം മുന്നിലുള്ള തടസ്സങ്ങൾ തുരന്നു പോകാനുള്ള സാങ്കേതിക വിദ്യ കൂടി ഉണ്ടെങ്കിലും വലിയ തോതിൽ മാലിന്യം അടിഞ്ഞുകൂടിയിട്ടുള്ളതിനാൽ ഈ ക്യാമറയ്ക്ക് മുന്നിലുള്ള ഫാൻ അത് കറങ്ങുന്നതിന് പ്രയാസമുണ്ട്. അതിന് ആ തടസ്സം ഒഴിവാക്കി ക്യാമറ ടണലിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് സജിത്ത് പറഞ്ഞതുപോലെ ഒരുപക്ഷെ ഈ കാണാതായ ആൾ ഈ ടണൽ എന്ന് പറയുന്നത് ഒരുപക്ഷെ 100 മീറ്ററിന് അപ്പുറത്തേക്ക് ദൈർഘ്യത്തിലേക്ക് പോകുമ്പോഴും വീണ്ടും ഓടകളുണ്ട് എന്ന കാര്യമാണ് പറയുന്നത്. അതായത് ആമയിഴഞ്ചാൻ തോട് കണ്ണമുല ഭാഗത്തേക്ക് അല്ലെങ്കിൽ ആ നിലയ്ക്ക് ഒഴുകി പർവ്വതപുത്തനാറിലേക്ക് പോകുന്ന സാഹചര്യം, അവിടെ പലവിധ ഓടകൾ ഇടയ്ക്ക് കണക്റ്റ് ആവുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ പല സ്ഥലത്തേക്ക് വെള്ളമൊഴുക്ക് ഉണ്ടാകും. എവിടെയെങ്കിലും കുടുങ്ങിപ്പോകാൻ ഈ കാണാതായ ആൾ ഏതെങ്കിലും ഓടയിൽ കുടുങ്ങിപ്പോകാനുള്ള സാധ്യത പോലുമുണ്ട് എന്നാണ് പറയുന്നത്. ആ നിലയ്ക്ക് അതീവ ദുഷ്കരമായ ഒരു പരിശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. അല്ലെങ്കിൽ ഈ കാണാതായ ആൾ അങ്ങനെ ഒഴുകി വരികയാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ എത്തിയാൽ അത് പർവ്വതി പുത്തനാറിന് സമീപത്തുകൂടി കുഴിയിലേക്ക് വേളി ഭാഗത്തേക്കാണ് എത്താൻ സാധ്യതയുള്ളത്. മറ്റ് ഒന്നും സാധാരണ നിലയിൽ അങ്ങനെയാണ് ആ ഒഴുക്ക് ഉള്ളത്. അങ്ങനെയുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ഇതിനിടയിൽ റെയിൽവേ ട്രാക്കിനടിയിൽ തന്നെ വളരെ ഇടുങ്ങിയ ഭാഗം ഉണ്ടെന്നാണ് ഇപ്പോൾ ഇതിൽ പോയിട്ട് വന്ന ആളുകൾ, ഇതിനകം തന്നെ പരിശോധന നടത്തിയ ആളുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനകത്ത് തന്നെ ഒന്നാമത് മാലിന്യം കുമിഞ്ഞുകൂടി വലിയ ഇടുങ്ങിയ ഒരു സാഹചര്യമാണ് ഈ ടണലിനുള്ളിലുള്ളത്. അല്ലാതെ തന്നെ ടണലിന് വീതി കുറഞ്ഞ ഭാഗമുണ്ട്. ആ തരത്തിൽ തീർത്തും ദുഷ്കരമായ മനുഷ്യസാധ്യമായ എല്ലാ കാര്യങ്ങളും ഉദ്യോഗസ്ഥർ ചെയ്യുന്നുണ്ട്. NDRFന്റെ ഉദ്യോഗസ്ഥരുണ്ട്, ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥരുണ്ട്. ആ നിലയ്ക്ക് അവർ പരമാവധി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ, സ്കൂബ ടീം മാക്സിമം ഇതിനുള്ളിലേക്ക് പോകുന്നത് ഇപ്പോൾ 40 മീറ്ററാണ് സഞ്ചരിച്ച് എത്താൻ കഴിഞ്ഞിട്ടുള്ളത്, പരിശോധന നടത്താൻ കഴിഞ്ഞിട്ടുള്ളത്. കൂടുതൽ ദൂരത്തിലേക്ക് പോകേണ്ടതുണ്ട്. പക്ഷേ ദുഷ്കരമാണ്. അവരുടെ ജീവൻ പോലും സംരക്ഷിക്കേണ്ട സാഹചര്യമുണ്ട്. കാരണം തീർത്തും അപകടകരമായ സാഹചര്യമാണ്. മാലിന്യം നിറഞ്ഞ കുമിഞ്ഞുകൂടിയ ഓടയിലൂടെ ഈ തോട്ടിലൂടെ പോവുക എന്നത് തീർത്തും പ്രയാസമുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇപ്പോഴും പരിശ്രമം തുടരുകയാണ്. വീണ്ടും സംഘാംഗങ്ങൾ ഇതിനകത്തേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. ഓക്സിജൻ മാസ്ക് ഉൾപ്പെടെ അവർക്ക് അതിനകത്ത് കാണാൻ കഴിയുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ, കാഴ്ച മറയാത്ത തരത്തിലുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് അവർ ഉള്ളിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്.
ഇതിനകം തന്നെ 40 മീറ്ററിലെ പരിശോധന പൂർത്തിയാക്കി. മൂന്നാമത്തെ റെയിൽവേ ട്രാക്കിന് സമീപത്ത് പരിശോധന നടത്തിയിരുന്നു. ഇനി ഒരുപക്ഷെ ട്രാക്കുകൾക്കിടയിലൂടെ പരിശോധന നടത്തണമെങ്കിൽ അതിന് റെയിൽവേ, അതായത് അവിടെ നിന്ന് ഏതെങ്കിലും പ്രദേശത്ത് നിന്ന് താഴേക്ക് ഈ ടണലിലേക്ക് ഇറങ്ങണമെങ്കിൽ അവിടെ ആ ഭാഗം പൊളിക്കുന്നതിനൊക്കെയും റെയിൽവേയുടെ അനുമതി വേണം. പരമാവധി അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കി ഇപ്പോഴുള്ള ഈ തിരച്ചിൽ അത് പരമാവധി സാധ്യമാകുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിലൊരു ഫലപ്രാപ്തിയിലേക്ക് എത്തുന്ന തരത്തിലുള്ള പരിശ്രമമാണ് പുരോഗമിക്കുന്നത്. വീണ്ടും ഈ ടണലിലേക്ക് ഇറങ്ങാനുള്ള ഒരു ശ്രമമാണ് ഈ രക്ഷാപ്രവർത്തനം നടത്തുന്ന സംഘങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അതിനുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോഴും തുടരുകയാണ്. NDRFന്റെയും അഗ്നിശമന സേനയുടെയും തുടർച്ചയായ ഒരു രാവും പകലും കഴിഞ്ഞ് വീണ്ടും മണിക്കൂറുകൾ പിന്നിടുന്ന ഒരു സാഹചര്യമുണ്ട്. ആ നിലയ്ക്കുള്ള ഒരു പരിശ്രമം തന്നെയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. വീണ്ടും ഈ ടണലിനുള്ളിലേക്ക് പോയി തിരച്ചിൽ നടത്താനുള്ള ഒരു ശ്രമം. ഇതിനിടയിൽ ഈ ഓപ്പറേഷൻ അനന്തയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി ചർച്ചയായി വരുന്നുണ്ട് സൈത്ത്. കാരണം 2015 തലസ്ഥാന നഗരിയിലെ മാലിന്യ കൂമ്പാരം ഒഴിവാക്കുന്നതിന് വേണ്ടി ഓപ്പറേഷൻ അനന്ത പദ്ധതി നടപ്പാക്കിയത്. അന്ന് ചീഫ് സെക്രട്ടറി ജി തോംസൺ ആയിരുന്നു, ബിജു പ്രഭാകർ ആയിരുന്നു കളക്ടർ. അവർ സംയുക്തമായി ഈ തിരുവനന്തപുരം നഗരത്തിലെ മാലിന്യ പ്രശ്നം ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തിയിരുന്നു. അന്ന് ഈ അടഞ്ഞുപോയ ഓടകൾ, അല്ലെങ്കിൽ ഓടകൾക്ക് മുകളിൽ കെട്ടിയ നിർമ്മിതികൾ, ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഈ വെള്ളത്തിന്റെ ഒഴുക്ക് സുഗമമായി പോകുന്നതിന് വേണ്ടിയുള്ള ചില പരിശ്രമങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ അത് പാതി വഴിയിൽ നിൽക്കുകയും ഈ കയ്യേറ്റം ഒഴിപ്പിച്ച സ്ഥലങ്ങൾ വീണ്ടും കയ്യേറപ്പെടുകയും ചെയ്തു. ഇവിടുത്തെ പ്രശ്നം, ഇത് റെയിൽവേയുടെ അധീനതയിലുള്ള പ്രദേശമാണ്. ഇവിടെ ഈ നമ്മുടെ ജനപ്രതിനിധികൾ പറയുന്നത് പോലെ തന്നെ റെയിൽവേക്കാണ് ഇതിന്റെ ഉത്തരവാദിത്വം എന്ന കാര്യം ജനപ്രതിനിധികൾ പറയുന്നു. പക്ഷേ റെയിൽവേ അത് പൂർണ്ണമായും ഉൾക്കൊള്ളുന്നില്ല, അല്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും ഏറ്റെടുക്കുന്നില്ല. അവർക്ക് അതിന്റെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല എന്ന ഒരു നിലപാടിലേക്കാണ് റെയിൽവേ പോകുന്നത്. കഴിഞ്ഞ ഏപ്രിൽ 13 തന്നെ മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്യണമെന്ന് റെയിൽവേയോട് നഗരസഭ ആവശ്യപ്പെട്ടിരുന്നതാണ്. അതിനുശേഷം നഗരസഭാ സെക്രട്ടറി വീണ്ടും റെയിൽവേക്ക് കത്ത് നൽകി പിഴ ചുമത്തുമെന്ന കാര്യം പിന്നീട് വ്യക്തമാക്കിയിരുന്നു. ആ നിലയ്ക്കൊക്കെ നടപടി നഗരസഭയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പക്ഷേ മാലിന്യ നീക്കം യഥാസമയം നടന്നില്ല എന്നതാണ് ഇറിഗേഷൻ വകുപ്പിന്റെ നിയന്ത്രണത്തിൽ. അങ്ങനെ ആ തരത്തിലുള്ള അവരുടെ ഉത്തരവാദിത്തം എന്നുള്ള കാര്യങ്ങൾ വന്നു. പക്ഷേ ഇതിന്റെ ഈ മാലിന്യ നീക്കം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വലിയ തർക്കങ്ങൾ ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് റെയിൽവേ ഭൂമിയിൽ. അത് നമുക്ക് ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഇത്രയധികം മാലിന്യങ്ങൾ വരുന്നത് അത് പുറത്തുനിന്നല്ല. കാരണം ഈ റെയിൽവേ യാത്ര കഴിഞ്ഞു വരുന്ന ട്രാക്കിലേക്കും മറ്റും വലിച്ചെറിയുന്ന കുപ്പികളുണ്ട്. പലപ്പോഴും മഴക്കാലത്ത് ഈ ശുചീകരണം നടത്തുന്നുണ്ട്. ഇവിടെ വലിയ തോതിൽ റെയിൽവേയുടെ ശുചീകരണ പ്രവർത്തനങ്ങൾ പ്ലാറ്റ്ഫോമിൽ നടക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ തന്നെയും ഈ മഴക്കാലത്തും മറ്റുമൊക്കെ വരുന്ന ട്രെയിനുകളിൽ നിന്ന് വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, അജൈവ മാലിന്യങ്ങൾ, അത് ഈ വെള്ളത്തിലൂടെ ഒഴുകി പ്ലാറ്റ്ഫോമിന് തന്നെ അടിയിലുള്ള ഈ ഓടകളിലൂടെ പ്ലാറ്റ്ഫോമിന് തന്നെ അടിയിലൂടെ ഒഴുകുന്ന അമ്മഴിഞ്ഞ റോട്ടിലേക്ക് എത്തുന്നു എന്നതൊരു വസ്തുതയാണ്. അല്ലെങ്കിൽ ഈ കമ്പിവേലി കെട്ടി നെറ്റടിച്ച് ഇത്രയധികം സുരക്ഷിതമായി സൂക്ഷിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു കാരണവശാലും ആളുകൾക്ക് കുപ്പിയോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് വസ്തുക്കളോ ഉയരത്തിലൂടെ എറിയാൻ കഴിയുന്ന ഒരു സാഹചര്യമില്ല. അതുകൊണ്ട് തന്നെ ഈ വരുന്ന വേസ്റ്റ് ഇത് വെള്ളത്തിലൂടെ വരുന്ന മാലിന്യം തന്നെ എന്നത് വ്യക്തമാണ്. അതിന് പരിഹാരം കാണുക, അല്ലെങ്കിൽ സമയാസമയം ഇവിടെയുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യുക തുടങ്ങിയ നടപടികളാണ് പൂർത്തിയാക്കേണ്ടത്. ഏതായിരുന്നാലും ഇപ്പോഴും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. സൈത്ത്, രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. സംസ്ഥാനത്ത് സമീപകാലത്ത് ഒരിക്കലും ഉണ്ടാവാത്ത തരത്തിലുള്ള ദുഷ്കരമായ രക്ഷാപ്രവർത്തനമാണ്. ഇതിന് പല പ്രത്യേകതകളുണ്ട്. കാരണം ഇത്തരമൊരു മാലിന്യ കയത്തിൽ തെരച്ചിൽ നടത്തേണ്ടി വരുന്നു എന്നതാണ് രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. അവർ ഏറ്റെടുക്കുന്ന ഈ ദൗത്യം, അല്ലെങ്കിൽ അവരിപ്പോൾ പൂർത്തിയാക്കാൻ ശ്രമിക്കുന്ന ദൗത്യം, അത് സമാനതകളില്ലാത്തത് ആണ് എന്നതുകൂടി നമുക്ക് പ്രത്യേകം പരാമർശിക്കേണ്ടി വരും. കാരണം
വിവിധ തരത്തിലുള്ള കേന്ദ്ര സംസ്ഥാന സംഘത്തിൻ്റെയൊക്കെ ഒരു സംയുക്ത തെരച്ചിൽ സേനയാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. അതും വലിയ മാലിന്യക്കയത്തിൽ ഇങ്ങനെ പരിശോധന നടത്തേണ്ടി വരുമ്പോൾ അവർ നേരിടുന്ന ദുഷ്കരമായ സാഹചര്യം, അവിടെയാണ് സ്വന്തം ജീവനെ ഉണ്ടാകുന്ന വെല്ലുവിളി അവഗണിച്ചുകൊണ്ട് അവർ നടത്തുന്ന ആ പരിശോധനയ്ക്ക് ഏറെ ദുഷ്കരമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരുന്നത്. ഒപ്പം ഈ രക്ഷാദൗത്യത്തിനൊപ്പം ഈ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലെത്തിക്കുന്ന മാധ്യമപ്രവർത്തകരും അവിടെ ഏറ്റെടുക്കുന്ന ദൗത്യം വളരെ വലുതാണ്. കാരണം ഇന്നലെ രാവിലെ 11 മുതൽ ആരംഭിച്ച മാധ്യമ ദൗത്യമാണ് അവിടെ പുരോഗമിക്കുന്നത്. എല്ലാവരും അവിടെ സജീവമായി തന്നെ നിൽക്കുന്നു എന്നതും പ്രത്യേകം പരാമർശിക്കുകയാണ്.